ഇത് വേറെന്താ സവാരി സ്പെഷ്യൽ വണ്ടി ഇല്ല, അത് സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് വണ്ടിയാണ്. അവിടെ ഒരു ട്രാവലർ ഉണ്ട് കേട്ടോ. ഡിപ്പാർട്ട്മെന്റിന്റെ ഏതോ ഡിപ്പാർട്ട്മെന്റ് വണ്ടികളാണ്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഒരു ദിവസം ഒരു 30 വണ്ടിയാണ് കയറ്റി വിടുന്നത്. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല ആളുണ്ട്. ഇത് ക്യാൻറ്റീനാണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ഈ സൈഡിൽ ഓപ്പൺ ആയില്ല, പക്ഷെ നല്ല സെറ്റപ്പിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പുതിയ ക്യാൻറ്റീനാണ്. മുളയൊക്കെ ഫുള്ള് സൈഡിൽ അടിച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ ടൈപ്പ് ഒരു പഴമയൊക്കെ നിലനിർത്തിയിട്ട്, കാരണം ഫോറസ്റ്റിനകത്തായതുകൊണ്ട് തന്നെ അവർ ആ നിലയിൽ ചെയ്യുന്നതായിരിക്കും. ആളും കൂടെ വരാനുണ്ട്. നമ്മൾ ഓൺലൈൻ ചെയ്ത ഒരാൾ എത്തിയിട്ടില്ല. അപ്പോൾ പുള്ളിക്കടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ നമ്മളെ KSRTC പോകുന്ന ആന വണ്ടി ഒരെണ്ണോട് ഉണ്ടായിരുന്നു കേട്ടാ. നേരത്തെ ഒരു വണ്ടി പോയല്ലേ, അത് ജംഗിൾ സഫാരി ആയിട്ട് സെപ്പറേറ്റ് വരുന്നതാണ് കേട്ടാ. പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് എടുത്ത് വരുന്ന വണ്ടിയാണ്. പിന്നെ റൂട്ട് വണ്ടി ഇവിടെ വരൂല കേട്ടാ. ഇതുവഴിയില്ല. ഇത് റൂട്ട് വണ്ടി വരുന്നത് നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന വണ്ടി നേരെ നമ്മൾ ആങ്ങാമൊഴി ഉണ്ടല്ലോ, ആങ്ങാമൊഴി ജംഗ്ഷൻ വഴി കറങ്ങി ക്രോസ് ചെയ്ത് നേരെ അങ്ങ് പോവുള്ളൂ. അത് ഇങ്ങ് വന്ന് എടുക്കൂല. പക്ഷെ ഇവിടെ പിന്നെ എണ്ണം കാണിക്കണ്ടേ? ടിക്കറ്റ് കൗണ്ടറിന് ഒരു വണ്ടിയില്ല, അവർക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ട, സ്പെഷ്യൽ ടിക്കറ്റ്. ഇത് നമ്മൾ ഈ ടിക്കറ്റ് കൗണ്ടറിന്റെ സൈഡിൽ കൂടെ ഉള്ള റോഡാണ് കേട്ടോ. ഈ റോഡിലൂടെ ഇന്നലെ നമ്മൾ പോയത് രാത്രി. ഈ റോഡിൽ നിന്ന് നമ്മൾ രാത്രി പോയിരുന്നു കേട്ടോ. ഈ റോഡിൽ നിന്ന് രാത്രി പോയിട്ട് ഏകദേശം ഒരു 7 കിലോമീറ്ററോളം നമ്മൾ ഇതിൽ കൂടെ പോയി. ഇതിന്റെ 7 കിലോമീറ്റർ എത്തുമ്പോൾ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഉണ്ട് അല്ലേ? എന്തായിരുന്നു പേരെന്തൊരു പായപ്പള്ളിയാ എന്തായിരുന്നു, അങ്ങനെ എന്തോ സ്ഥലമാണ് കേട്ടോ, ഞാൻ മറന്നുപോയി. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ രാത്രി പോയി ആനയൊക്കെ ഉണ്ടായിരുന്നു. ആനയെ കണ്ടു. നമ്മൾ രാത്രി 3:30 മണിയാണ്ടായല്ലേ? 3:30 മണിക്കാണ് നമ്മൾ പോയി ആനയെ കണ്ടു. തിരിച്ച് നമ്മൾ വന്നിട്ടാണ് പിന്നെ നമ്മളിവിടെ സ്റ്റേ ചെയ്തത്. നമ്മൾ രാവിലെ നേരം വെളുത്ത്, കാരണം 8 മണിക്ക് ശേഷം ഇവിടെ നിന്ന് കയറ്റി വിടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തത്. ഇത് നേരെ പോയാൽ ഈ റോഡ് പത്തനംതിട്ടയ്ക്ക് എത്താം. ശബരിമല പത്തനംതിട്ട ആ റൂട്ടാണ് അല്ലേ പോകുന്നത്? 35 കിലോമീറ്റർ. ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ ഗവിയിലാണ് ഉള്ളത്. ഇന്നലെ നമുക്ക് രാത്രി നമ്മൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഇരുട്ടല്ലേ, അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ഗവിയിലേക്ക് പോകുന്നതിനുള്ള ആങ്ങമൊഴിയിലാണ് ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ബാക്കിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്താണ് നമ്മൾ വണ്ടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി എന്താണ് നമ്മൾ ഗവിയിലേക്ക് പോകുന്ന ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് തുടർന്ന് കാണാം. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിൽ. ഗൂഡ്രിക്കൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് കേട്ടോ. നമ്മളെ മുജീബ് ബ്രോയാണ് പറഞ്ഞത് ഗൂഡ്രിക്കൽ എന്നൊക്കെ സ്ഥലം പറയുന്നത്. ഓ, വെറുതെ അല്ലല്ലേ ഇവിടെ ബോർഡ് ഇരിക്കുന്നില്ലേ? വെറുതെ അല്ല കേട്ടോ, മുജീബ് പറഞ്ഞ ബോർഡ് കണ്ടിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഇതിൻ്റെ മുകളിലൊക്കെ ഫുള്ള് പ്ലാന്റേഷനാണ്. അങ്ങ് മുകളിലൊരു ഓഫീസ് ഉണ്ട് അല്ലേ, അത് ഇവിടുത്തെ റേഞ്ച് ഓഫീസ് ഇതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റോ അങ്ങനെ എന്തോ ഉണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഫുഡ്, നമ്മളെ ചേച്ചിമാർ ഇവിടെ ഫുഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ വാങ്ങാം. ഇത് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കാണിക്കുക. ഇവിടെ കാണിച്ചിട്ട് ഇവിടെ നിന്നാണ് വണ്ടിക്ക് പാസ് എടുത്ത് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെ വണ്ടി ഇതുവഴി നേരെ താഴെ ഇറങ്ങുമ്പോൾ നമ്മളെ വണ്ടിയുണ്ട്. നമ്മളെ വണ്ടിയോടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ചേച്ചിമാരൊക്കെ ഫുഡ് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചേച്ചി ഉണ്ണിയപ്പൊക്കെ വിൽക്കാൻ തന്നെ ചേച്ചി? പൊതിച്ചോറൊക്കെ ഉണ്ട്. എങ്ങനെയാ ചേച്ചി വില? മീൻകൂട്ടി 120 രൂപ, 7 കൂട്ടം കറിയൊക്കെ ഉണ്ട്. അങ്ങനെ വിളിച്ച് പറയുവാണെങ്കിൽ അത്രയും നല്ല പറയുന്നതനുസരിച്ച്. രാവിലെ വന്നാൽ കിട്ടൂല? കിട്ടും, ഉണ്ട്, അങ്ങനെ ഉണ്ട്. ഫോൺ നമ്പറൂടെ കൊണ്ടുപോകണം. 88. വരുന്നവര് വാങ്ങുമല്ലോ, കുഴപ്പമില്ല. അല്ല, എന്നാലും അതുകൂടെ കൊണ്ടുപോകും. വിളിച്ച് തന്നെ പറയുവാണെങ്കിൽ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് വാങ്ങാൻ കേട്ടോ. ഫുഡ് നമ്മൾ ഇവിടെ നിന്ന് ഈ ടിക്കറ്റ് കൗണ്ടർ തൊട്ട് ചേർന്ന് ടിക്കറ്റ് കൗണ്ടറാണ്. അതിൽ ചേർന്ന് നമ്മളെ 2-3 ചേച്ചിമാരുണ്ട്. ഉച്ചയൂണുമായി ബന്ധപ്പെട്ട് 6 പേരുണ്ട്. അവർ 6 പേരായിട്ട് നടത്തുന്ന ഒരു സംരംഭമാണ് കേട്ടോ. പിന്നെ നമ്പർ തന്നു വിടാം, ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും. തലേദിവസം വിളിച്ച് പറഞ്ഞാൽ മതി എത്ര പേര്. അവർക്കുള്ള ഫുഡ് മാറ്റി വെക്കും. അല്ലാതെ വന്നാൽ ചിലപ്പം ഫുഡ് തീർന്നെങ്കിൽ കിട്ടാതെ വരും. ഓർഡർ ആണെങ്കിൽ മാറ്റി വെച്ച് തോന്നെ ആളുകളൊക്കെ വരികയാണെങ്കിൽ ഫുഡ് കറക്റ്റ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ സൈഡിൽ തന്നെ നമ്മൾ ഇവിടേക്കുള്ള എഴുതി വെച്ചിട്ടുണ്ട്. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഡിപ്പാർട്ട്മെന്റ് ഡിവിഷൻ റാന്നി റേഞ്ച്, അതുപോലെ ഗവി. അതിൻ്റെ റൂട്ട് മാപ്പാണ് കേട്ടോ. നമ്മൾ ഗവിയിലേക്ക് പോകാനുള്ള റൂട്ട് മാപ്പ് കറക്റ്റ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കൗണ്ടറിൻ്റെ സൈഡിൽ തന്നെ, അതിൻ്റെ സൈഡിലാണ് നമ്മൾ ചേച്ചിമാരൊക്കെ ഇരിക്കുന്നത്. ആ സൈഡിൽ തന്നെ കറക്റ്റ് റൂട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഡിസ്റ്റൻസ് ചാർട്ട് കറക്റ്റ്, ഗവി ടിക്കറ്റ് കൗണ്ടർ, ഇവിടെ നിന്നുള്ള ഓരോ കറക്റ്റ് നമ്മൾ അങ്ങോട്ടേക്ക് ഗവിയിലേക്ക് കയറി പോകുന്നത്. ആങ്ങാമൊഴി മുതൽ ഗവിയിലേക്ക് കയറി പോകുന്നത്. അഥവാ വണ്ടിപ്പെരിയാറിലാണ് അവസാനം ഈ റോഡിൽ ചെന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ആ വണ്ടിപ്പെരിയാർ ഇറങ്ങുന്നത് വരെ ഉള്ള, അതായത് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ 80 കിലോമീറ്റർ, വണ്ടിപ്പെരിയാർ 90 കിലോമീറ്റർ. 90 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തുടങ്ങി 90 കിലോമീറ്റർ അങ്ങ് വണ്ടിപ്പെരിയാർ, അഥവാ കുമളി, കോട്ടയം കുമളി റോഡിലാണ് ഇത് ചെന്ന് ഇറങ്ങുന്നത്. നമ്മളെ വണ്ടി വന്നു കേട്ടോ. രണ്ടാമത്തെ വണ്ടി ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ നിന്ന് മുകളിൽ അതാണ് എവിടെ ചെക്ക് പോസ്റ്റ് അല്ലേ?
മേളിലാണ് അതാ കാണുന്നത് ചെക്ക് പോസ്റ്റ് ആണ്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മൾ താഴ്ന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് തരുന്ന പാസ് ഉണ്ടല്ലോ, ആ പാസ് നമ്മൾ നേരത്തെ ഇവിടെ കാണിക്കണം. ഇവിടെ കാണിച്ചിട്ട് നമുക്ക് പിന്നെ പോകേണ്ടത് ഇങ്ങോട്ടാണ്. അതാണ് ഗവിയിലേക്ക് സ്റ്റാർട്ടിങ്. നമ്മളെ ഇവിടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തുടക്കം ഇവിടെ മുതലാണ് അങ്ങോട്ട്. നല്ല പ്രകൃതി നല്ല രസമുണ്ടല്ലേ, രണ്ട് സൈഡ് ഈറ അല്ലേ ഫുള്ള്. വിജനമായൊരു വലിയൊരു അവിടെ ഒരു മലയെണ്ണാൻ ഉണ്ടായിരുന്നു കേട്ടാ, കാണത്തുണ്ടാന്ന് അറിയില്ല. അങ്ങ് മുകളിൽ കയറി പോകുന്നു കേട്ടാ, 2 എണ്ണം ഉണ്ട്. ഇറവണം മുകളിലിരിക്കുന്നു, അതാ മരത്തിന്റെ മുകളിലുണ്ട്. ഇച്ചിരി ലോങ്ങിലാണ് കേട്ടാ, കാണത്തുണ്ടാന്ന് അറിയില്ല. നമ്മളിങ്ങോട്ട് കയറിയതേ ഉള്ളൂ. നമ്മള് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റിൽ നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ 2 എണ്ണം പ്രദേശത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മള് ഇന്നലെ രാത്രി നമ്മൾ എത്ര, അത് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അവിടെ കണ്ടാന, കൂടുതലുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ആ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഒരു വിളിച്ചാണ് അവിടെ. പക്ഷെ ഒരുപാട് ഉണ്ടാവും അല്ലെങ്കിൽ. പക്ഷെ നമ്മൾ ഒന്നിനെ കണ്ടുള്ളൂ, അതിന്റെ മുകളിലൊക്കെ ഈറൊക്കെ വലിച്ചൊടിക്കുന്നത് കണ്ട്. രാത്രി ആയതുകൊണ്ട് പിന്നെ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റിയില്ല, കാണാനും പറ്റിയില്ല. കാരണം 2 വണ്ടി ഒന്ന് മുമ്പേക്ക് നിന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ സേഫ്റ്റിയോട് നോക്കണമല്ലോ. അല്ല, ഞാൻ അകത്തോട്ട് കയറുമ്പോഴും നല്ല വളവും കാര്യങ്ങളാണ് കേട്ടോ. ഇതിൽ ഒരു വണ്ടി വന്നാലും പോകാൻ പറ്റൂല. നമ്മൾ ആദ്യം തുടങ്ങുന്ന അതേ രീതി തന്നെയാണ് ഇങ്ങോട്ട്, വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. അത് തന്നെ, ഡ്രൈവർ കാര്യമായിട്ട് ആനയെ നോക്കാനിടേ. എല്ലാവരോടും ഒന്ന് ശ്രദ്ധിച്ചോളാം, ഡ്രൈവറും ആനയെ നോക്കണം കേട്ടാ. ഡ്രൈവറുടെ ഡ്യൂട്ടി ഡ്രൈവർ ചെയ്യുക എന്നുള്ളതാണ്, ആനയെ നോക്കണ്ട. നമ്മളെ മുന്നേ ഫോറസ്റ്റാർ പോകുന്നുണ്ട് കേട്ടാ. ഫോറസ്റ്റാർ വണ്ടി അല്ലേ ഇടേ പോകുന്ന? ഔട്ട് സൈഡ് വണ്ടിയാ? ഔട്ട് സൈഡ് വണ്ടി അല്ലേ, ഔട്ട് സൈഡ് വണ്ടിയാണ്. പിന്നെ ഇവിടേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിലേ, ഇത് ഇപ്പം നമ്മൾ വണ്ടിയിലാണ് വരുന്നത്. പക്ഷെ വണ്ടി ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും വരാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വരാം. കാരണം KSRTC ബസ്സുണ്ട് പത്തനംതിട്ടയിൽ നിന്നുണ്ട്. പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് രാവിലെ എടുക്കും. അതുപോലെ കുമളിയിൽ നിന്നുള്ള ബസ്സും ഉണ്ടാവും. ഈ 2 സൈഡിലുള്ള വണ്ടി ഉണ്ടാവും ഈ ഭാഗത്തേക്ക് വരാൻ. ഇവിടെ ഗവിയിൽ മെയിനായിട്ടുള്ളത് ഇത് തന്നെയാണ്. നമ്മളീ പോകുന്ന യാത്രയിൽ മൃഗങ്ങളെ കാണാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ നമ്മുടെ സമയം എന്ന് പറയുന്നത്. നല്ല സമയം അതായിരിക്കും. പിന്നെ വനം അല്ലെങ്കിൽ ഫോറസ്റ്റിനകത്തോടുള്ള യാത്ര ആഗ്രഹിക്കുന്ന ആൾക്കാർ വരിക, കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു യാത്രയായിരിക്കും. ഇപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫസ്റ്റ് നമ്മൾ പോയല്ലാക്ക, നമ്മൾ അവിടെ പോയ അതാണ് നമുക്ക് ഇനി ഈ ബസ്സിൽ വരുന്നവർക്കാണെങ്കിൽ പോകണ്ട. ബസ്സിലെടുക്കുന്നവർക്ക് ബസ്സിൽ നമ്മൾ സാധാരണ KSRTCയിൽ വരുന്ന ടിക്കറ്റ് ഉണ്ടല്ലോ, ആ ടിക്കറ്റ് എടുത്താൽ മതി. സെപ്പറേറ്റ് ബസ്സിന് നമ്മൾ ഇതേപോലെ ഇപ്പോൾ പോയിട്ട് പാസ് എടുക്കുന്നതൊക്കെ എടുക്കാൻ നിൽക്കേണ്ട. അതുപോലെ ഒരാൾക്ക് 80 രൂപ, ബസ്സിൽ 300 സംതിങ് ആണ്. പിന്നെ വേറൊരു കേസുണ്ട്, ഈ ബസ് അങ്ങ് പോവേയില്ല. നമ്മൾ പോയ ടിക്കറ്റ് കൗണ്ടർ ഇല്ലേ, അവിടെ പോവേയില്ല. നേരെ ഇവിടെ വന്നിട്ട് ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് വണ്ടി കയറി വരേ ഉള്ളൂ. അത്രയും സമയം വേസ്റ്റ് ആവില്ല അവിടെ പോകുന്ന നമ്മൾ ആന വണ്ടികളെന്ന് വെച്ചാൽ മറ്റേ നമ്മളെ ഈ പ്രൈവറ്റ് സഫാരി ആയിട്ട് വരുമല്ലോ, സ്റ്റാൻഡുകളിൽ നിന്ന് വിളിച്ചു വരുന്ന ഒരു ടീം വിളിച്ചു വരുന്ന അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ അവിടെ പോവുകയും ചെയ്യുള്ളൂ. ടാങ്കൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വലിയ 2 ടാങ്ക്, നല്ല പമ്പ് അല്ലേ. ഇതൊന്നും ഇവർ എടുക്കൂല എന്തോ അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കി, എത്ര രൂപ മുതലാ നശിച്ചു പോകുന്നത്. ഇതുപോലൊരു പമ്പ്, ഒരു ബിൽഡിങ് മൊത്തം പൊളിഞ്ഞ് അങ്ങപ്പുറത്ത് പമ്പ് കിടക്ക് നോക്കി. ആ കമ്പനിയുടെ പേര് ഇതുവരെ മാഞ്ഞിട്ടില്ലേ അല്ലേ? നല്ല പഴക്കമുണ്ട്. ഊരിക്കാണ്ട് നോക്കിയാ ഇപ്പൊ തൂക്കി വിറ്റാലും എത്ര രൂപ മുതൽ കിട്ടുമല്ലേ? അതാണ് ഇത്രയും ഈ വനത്തിനകത്താണ് കേട്ടോ ഇതിരിക്കുന്നത്. മഴ പെയ്റ്റും പോട്ടുന്നു ഇതിന് തുരുമ്പോലും എടുക്കാത്ത സാധനമുണ്ട്. ഇത് എന്ത് സ്റ്റീലാണ് ചെയ്തേക്കുന്നത്? ഇത്രയും ക്വാളിറ്റി സാധനം ഒരിക്കലും അല്ലാണ്ട് അതിനകത്തും കാണാൻ കേട്ടോ. അങ്ങോട്ടുള്ളത് അതിനകത്തുണ്ട്. ഇതിപ്പോഴും വർക്കിംഗ് ആണ്, എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളത്. ഇതാണ്ട് ഇത് ഇതിൽ നിന്നായിരിക്കും കേട്ടോ. ഇതിൽ നിന്നായിരിക്കും മറ്റേ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ വെള്ളത്തിന് വെച്ചിരുന്നിട്ടുണ്ടായിരിക്കും. ഒരുപാട് പഴക്കമുണ്ടല്ലേ. അവിടെ ഒരു കെട്ടിടം ഉണ്ടേ, ആ സൈഡിൽ ഒരു കെട്ടിടം കാണാനല്ലേ? ഇതിനടിയിലില്ല, ഇതിനടിയിലാണ്ട് ആ ഒരു കട്ടിങ് മാത്രമാണ് കാണുന്നത്. ഇതിനടിയിൽ കെട്ടിടം ഉണ്ടോ? അതില്ല, താഴെ കാണുന്ന കെട്ടിടം അല്ലേടേ? പക്ഷെ ഇവിടം വരെ ഉള്ള ഇതൊരു തുരങ്കമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. നോക്കിയേ, ഈ കാടിനകത്ത് ഇത്രയും സൗകര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അത് തന്നെ, പാറക്കല്ല്. അങ്ങോട്ടൊക്കെ ഉണ്ടല്ലേ? അവിടെ എന്തോ വലിയ സെറ്റപ്പിലൊക്കെ ഒരുപാട് മിഷനറികൾ അടക്കാണല്ലേ?
അതാണ്ട് എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് ഒരുപാട് വർഷത്തെ പഴക്കം, എത്രയോ വർഷത്തെ, ഒരു 19 വർഷത്തിന് മുകളിൽ, 50 ആയിരിക്കില്ല, അതിന് മുകളിൽ പഴക്കമുള്ള ഒരു എന്തോ വലിയൊരു ബിൽഡിങ് ഞാൻ ഈ നിൽക്കുന്ന ഏരിയയിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ റോഡിൽ, ഈ ഗവി റോഡിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഉള്ളിലാണ്, അതാരും പെട്ടെന്ന് കാണൂല. നമ്മൾ ഈ റോഡ് സൈഡിൽ നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് കുറച്ച് അതിൻ്റെ മെഷീനറികളുടെ കുറച്ച് ഭാഗം അവിടെ ഇരിക്കുന്നതാണ്. അതിൽ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിയാലും നമുക്ക് കാണാം, ഓരോ പാഴ്സുകളായിട്ട് കാണാൻ കഴിയും. ഒരുപാട് വരുന്നുണ്ടല്ലേ? ഓ, ഇതിനകത്തുനിന്ന് ഒരുപാട് നീളം ഉണ്ടെന്ന് കേട്ടോ. നമ്മള് അവർ അതുവഴി നടന്ന് വരെയാണ് കയറി. നമ്മളെ മുജീബും അതുപോലെ വേറൊരു നമ്മളെ സുഹൃത്തും കൂടെ ഇങ്ങനെ നടന്ന് വരുവാണ്. അത് പാറ തുരന്നിട്ടാണ് ചെയ്തേക്കുന്നത്. അവരാണ് താഴെ ഇറങ്ങി, ഞാൻ ഇറങ്ങിയില്ല. അപ്പോൾ അത് ഒരുപാട് അകത്ത് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ റോഡ് ക്രോസ് ചെയ്തിട്ട്, അതായത് ഈ കാണുന്ന റോഡാണ് കേട്ടോ, തൊട്ട് മേളിൽ പോയിരിക്കുന്ന റോഡാണ്. ഞാൻ അങ്ങോട്ട് നടന്നു കയറാം. ഇത് റോഡാണ്. നമ്മളെ കൂടെ വന്നവരൊക്കെ അതിൻ്റെ മുകളിൽ നിൽപ്പുണ്ട്. ഇത് റോഡാണ്. ഈ റോഡിനടിയിൽ കൂടെയാണ് ഇത് തുരന്ന് കൊണ്ടുപോയിരിക്കുന്നത്. മൂഴിയാർ ഡാമാണ് കേട്ടോ. മൂഴിയാർ ഡാം തന്നെ എന്തോ പ്രശ്നം, ഒരു പ്രശ്നം. മൂഴിയാർ ഡാം ഫസ്റ്റ് ആണ്. ഇത് നിരോധിത മേഖലയൊക്കെ വന്നിട്ട് ബോർഡൊക്കെ അവിടെ നമ്മളെ ആള് നിൽക്കൊണ്ട് എഴുതിയെടുക്കാൻ, ഡീറ്റെയിൽസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്. ഡാം ഒഴികെയുള്ള സ്ഥലത്തൊക്കെ ഇറങ്ങാം. അവസാനത്തെ ഡാം ഗവി ഡാമിൽ ഇറങ്ങാം. ഇറങ്ങാൻ പറ്റില്ല. സൈറ്റിൽ കാണാൻ അവിടെ ഇറങ്ങണം. അവിടെ ഇറങ്ങുമ്പോൾ നോക്കണം ജന്തുക്കളൊക്കെ അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഫസ്റ്റ് മൂഴിയാർ ഡാം അല്ലേ? മൂഴിയാർ ഡാം, അതാ ഗവിയിലേക്കുള്ള ആദ്യത്തെ ഡാമാണ്. ഡാമിന്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ മൂഴിയാർ ഡാമിന്റെ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാൻ അനുവദിക്കുന്നില്ല. മുമ്പ് ഡാമിലെ വിഷയങ്ങളായതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഇറങ്ങാൻ സമ്മതിക്കുന്നതാ. അകത്തിരുന്നൊക്കെ നമുക്ക് കാണാൻ ശ്രമിക്കാം. ഡാമിന്റെ അകം സൈഡ് മീൻ പിടിക്കാൻ ഇറക്കൂലെന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ ആക്കാം മീൻ പിടിക്കുന്നത്? അതായിരിക്കും. ഇത് ഡാമിൻ്റെതാണ് കേട്ടോ. ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. അത് പഴയ മരങ്ങളായിരിക്കും ഇവിടെ അതിനകത്തിരിക്കുന്നത്. ഒരുപാട് ഡാമല്ലേ ആക്കാം. അപ്പൊ പിന്നെ പഴയ മരങ്ങളെ കുറ്റിയൊക്കെ ഇരിക്കും. രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട്. ഇത് ഷട്ടറിന്റെ ടോപ്പാണ്. ഇത് ഷട്ടറിന്റെ ടോപ്പാണ് അല്ലേ ഈ കാണുന്നത്? അതാ ഷട്ടറിന്റെ റോപ്പ് കണ്ട, അയൺ റോപ്പാ. നമ്മളെ ഡ്രൈവർ പറയുന്നു അയൺ റോപ്പാണെന്ന് കേട്ടോ. അത് നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് ഇങ്ങനെ മൂഴിയാർ ഡാം കയറിയിട്ട് അടുത്ത ഫസ്റ്റ് ഡാമാണ് കേട്ടോ. ഇനി നമുക്കൊരു 3-4 ഡാം അല്ലേ? ഇനി 4 ഡാം ഉണ്ട്. മൊത്തം 5 ഡാം. മൊത്തം 5 ഡാമുണ്ട്. ഇനി അടുത്ത് വരുന്ന കക്കി ഡാം അല്ലേ? അടുത്ത് വരുന്ന കക്കി ഡാമാണ്. അപ്പൊ ഇത് ഫസ്റ്റ് മൂഴിയാർ ഡാം കഴിഞ്ഞ് ഈ 5 ഡാമും കഴിഞ്ഞ് എത്തുന്നത് ഗവിയിലാണ്. മൊത്തം ഇനി 4 ഡാം. ഇനി 4 ഡാം കൂടെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതെ, മൊത്തം 5 ഡാം. നമ്മൾ മൂഴിയിൽ വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഇതാ ഒരു KICBയുടെ ഒരു ഓഫീസ് ഉണ്ട്. ഇത് പിന്നെ അവിടെ തൊട്ട് ഇങ്ങോട്ടുള്ളത് ആ കാണുന്ന ബോർഡ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് നേരെ ഗവി റൈറ്റ് സൈഡിലേക്ക് കുമളി, ഗവി ഒക്കെ അങ്ങ് പോയിട്ട് അവിടെ നിന്ന് മുകളിൽ നിന്ന് കാണുന്ന വലത്തോട്ട് തിരിയും. പിന്നെ നമുക്കുള്ളത് ഇവിടെ ഇടത് സൈഡിലൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. തൊട്ടപ്പുറത്തൊരു ടോയ്ലറ്റ് സംവിധാനം. പിന്നെ ക്യാൻറ്റീൻ, KICBയുടെ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് വാങ്ങണം. ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇറങ്ങിയത്. ആനവണ്ടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പത്തനംതിട്ടയിൽ നിന്ന് വന്നതാണ്. ഇനി ഇപ്പോൾ ഇവിടെ മൂഴിയാറെത്തി. ഇനി ഇവിടെ നേരെ ഈ വണ്ടി പോകുന്നത് കാട്ടാക്കടയ്ക്കാണ്. അഥവാ ആങ്ങാമൂഴി, പത്തനംതിട്ട, പത്തനാപുരം, പുനലൂർ, അഞ്ചല്, ആയൂർ, തിരുവനന്തപുരം, കാട്ടാക്കട. എൻ്റെ ഡ്രൈവർ വരുന്നുണ്ട്. അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ KICBയിൽ നമ്മളെ ഓഫീസിൽ നിന്ന് KICBയിലെ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ഹമ്പ് ചവിട്ടി പോകും. അപ്പോൾ അവിടെ ഫുഡ് കഴിച്ചു. വീണ്ടും നമ്മൾ ഗവി യാത്ര തുടർന്നു. വീണ്ടും ആനയെ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രതീക്ഷയിലാണ്. ഫുഡ് നമ്മൾ കഴിച്ചു. തരക്കേടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു നമ്മൾ ഒരു കറിയൊന്നുമില്ല കേട്ടോ. ഒരു പുളിശ്ശേരിയും രസവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൂട്ടൊക്കെ നല്ല കൂട്ടായിരുന്നു അല്ലേ? നല്ല കൂട്ടുകറിയായിരുന്നു അല്ലേ? നല്ല കൂട്ടുകറിയായിരുന്നു. പക്ഷെ 60 രൂപയാണ് അവർ ആദ്യം 60 രൂപ പറഞ്ഞു ഒരു ഊണിന്. പക്ഷെ നമ്മൾ ചാർജ് ചെയ്തപ്പോൾ അവസാനം 70 രൂപ ചാർജ് ചെയ്തു. അത് ചിലപ്പം ആളെണ്ണം കൂടിയത് കൊണ്ടൊക്കെ ആയിരിക്കാം. എന്തായാലും ഫുഡിന്റെ കാര്യം തീരുമാനമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുല്ലപ്പെരിയാറിന്റെ ഇത്ര ഇതില്ലടേ. ഡാമിൽ നിന്ന് മുല്ലപ്പെരിയാറിലേക്ക് പോകണം. അല്ല, ഈ കക്കി ഡാമിൽ നിന്ന് കാരണം ഇങ്ങനെ ഇവിടെ നിന്നാണല്ലോ വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കറങ്ങി വരല്ലേ. ഇത് മൂഴിയാർ പവർ സ്റ്റേഷനിൽ പോകുന്നിരിക്കും. മൂഴിയാർ പവർ സ്റ്റേഷനിലേക്ക് കക്കി ഡാമിൽ നിന്ന് കൊണ്ടുപോകണുള്ളവരിക്കും കേട്ടത്. ഒങ്ങുന്നേ വരെയാണ് കേട്ടോ. ഒരു ഭയങ്കര പൈപ്പ് കേട്ടോ. അതിന്റെ ഒരു സൈസ് നോക്കി അങ്ങ് മുകളിൽ നിന്നേ കൊണ്ടുവരുന്നു. അതായത് നോക്കിയേ,
ഇത് അതിൻ്റെ ഒരു വലിപ്പമാണ്. അതായത് ഇവിടെ നിന്ന് ഈ സൈഡ് താഴെ ചിലപ്പോൾ അത്രയും ലോങ്ങിൽ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം അറിയാൻ പറ്റിയില്ലെങ്കിൽ ഇതാ ഇവിടെ താഴെ സൈഡ് ഫുള്ള് കവർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വലിപ്പം അറിയാൻ പറ്റും കേട്ടോ. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും വലിയ പൈപ്പ് ഇതേപോലെ പ്രോജക്റ്റിന് വേണ്ടി കൊണ്ടുപോകുന്ന ഈ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. എന്നാലും ഞാൻ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര സൈസ് കേട്ടോ. നോക്കി, അതായത് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അത് അങ്ങ് മുകളിൽ നിന്നാണ് വരുന്നത്. 2-3 കട്ടിങ് ആയിട്ട് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഈ ട്രെയിനിലൊക്കെ ഗുഡ്സ് ട്രെയിൻ സാധനം അതുപോലെ നമ്മളെ ഈ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ബോഗികൾ സെറ്റ് ചെയ്ത് പോകുന്നതാണ്. അതുപോലെ ഇരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ആന ഈ ഗ്യാസ് അടിച്ചിട്ട് ഉള്ളതുപോലെ ആനയുടെ ഗ്യാസ് അടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇറങ്ങി നോക്കുകയാണ്. ഇടയ്ക്ക് ഈ സാധനം നിന്നുകളെ ഈ സാധനം അനങ്ങൂല. എന്നാൽ അവിടെ ഉണ്ടാക്കുക അപ്പുറത്ത് നിൽക്കുന്നുണ്ടോ? ഇറങ്ങുന്ന ആന ഇറങ്ങുന്നതിൻ്റെ ഇറങ്ങി പോയിക്കുന്നൊരു ഇതാണ് കാണുന്നത്. ഇരുന്ന് നിരങ്ങി അങ്ങ് ഇറങ്ങണ കേട്ടോ. താഴൊക്കെ വലിച്ചൊടിച്ച് നാശാക്കി ഇട്ടേക്കുന്നു. ഫുള്ള് ഇവിടെ നോക്കി ഇതൊക്കെ മൊത്തം വലിച്ചോടിച്ച് ഇപ്പോഴിറങ്ങി കയറി പോയതേ ഉള്ളൂ കേട്ടോ. അതാണ് ഈ നാറ്റം അടിക്കുന്നത്. നമുക്ക് നല്ലതുപോലെ ആനയുടെ സ്മെല്ല് അറിയാൻ കഴിയും. ആ റോഡിലൊക്കെ നമ്മൾ ആ വണ്ടി നിർത്തിയെടുത്തതാ അത് കണ്ട ഫുള്ള് ആനപ്പുണ്ട്. ആ വണ്ടി കയറി വരുന്നത് ഇത് രണ്ട് ഞങ്ങളെ വണ്ടികൾ തന്നെയാണ്. അത് അവിടെ നിന്നൊക്കെ ഫുൾ ആനപ്പിണ്ടുണ്ട്. ഫുൾ ആനപ്പിണ്ട നോക്കുക. അതൊക്കെ ചവിട്ടി മെതിച്ച് ഇതൊക്കെ ഇപ്പോഴും വലിച്ചൊടിച്ച് കയറി പോയിരിക്കുന്നത്. കാരണം ഇല പോലും വാടിയിട്ടില്ല. ഫ്രഷിൽ നിൽക്കുകയാണ് ഇല. ഇത്രയും വെയിലുണ്ടായിരുന്നിട്ട് ഇല വാടിയിട്ടില്ല. ഇത് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ സ്വന്തം വണ്ടിയിൽ വരണം. കാരണം ഇങ്ങനെ ഇറങ്ങി നടക്കണമെങ്കിൽ ഇങ്ങനെ നടന്ന് നമുക്ക് ആനയെ കാണാൻ അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ കാണാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ട് എങ്കിൽ ഈ കാണുന്ന മുകളിലൊക്കെ ഫുള്ള് ആന മറിച്ച് ഇട്ടേക്കുന്ന സ്ഥലങ്ങളാണ്. മരങ്ങളൊക്കെ തന്നെ ഫുള്ള് അടിച്ച് ഈറ അതുപോലെ ഒലട്ടി ഒക്കെ അടിച്ച് നശിപ്പിച്ച് മൊത്തം ഇട്ടേക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സൈറ്റുകൾ കണ്ടാൽ നമുക്ക് ഇറങ്ങി നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാൻ കഴിയണമെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയിൽ വരണം. ബസ്സിൽ വന്നാൽ ഇത്തരം സൈറ്റുകളിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇവർ നിർത്തി തരും. പക്ഷെ അല്ലാതെ നമുക്ക് കൂടുതലായിട്ട് ഇറങ്ങി ഇതുപോലെ നിന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ബസ്സിനൊക്കെ ഒരു സമയമുണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് ഈ കാണുന്നതിന് ഇവിടെ ഫോറസ്റ്റിൻ്റെ യാതൊരു വിലക്കുകളൊന്നുമില്ല. ഇവർ ഈ കയറി വരുന്നതിൽ ഒരു 4-5 ഡാമിൻ്റെ സൈറ്റിൽ വണ്ടി നിർത്താൻ അനുവദിക്കില്ല. അതേ രാത്രി ഈറക്കാട്ടിനിടയ്ക്ക് ആനയെ കണ്ടെത്തിയ ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ വിളിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വരണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് അപ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് ഇതുപോലെ കാണണമെങ്കിൽ ഇങ്ങനെ നമ്മളെ വണ്ടികളിൽ വരണം. പിന്നെ ഇവിടെ ഇതിന് കാണുന്നതിന് വേറെ ബുദ്ധിമുട്ടോ വിലക്കുകളൊന്നുമില്ല. നമ്മൾ ഗവിയിൽ നിന്ന് നമ്മളെ ചെക്ക് പോസ്റ്റ് കയറി വരുമ്പോൾ 5 ഡാമുണ്ട്. 5 ഡാമിൽ ഇറങ്ങുന്നതിന് കാണുന്നതിനും വിലക്കുണ്ട്. അവിടെ ഉദ്യോഗസ്ഥരുണ്ടാവും. ബാക്കി മുഴുവൻ സ്ഥലത്തും നമുക്ക് ഇറങ്ങി കണ്ട് ആസ്വദിച്ച് എത്ര സമയമാണോ കരുന്ന് പോവാം. 6 മണിക്ക് മുന്നേ ഇവിടം വിട്ട് ഇറങ്ങിയാൽ മതി. ഗവി ഫോറസ്റ്റ് കയറിയിട്ട് ആദ്യത്തെ മയിലാണ് ഇതാ കാണുന്നത്. ആ പോകുന്നു. ഇതുവരെ മയിൽ നമ്മൾ കണ്ടില്ല. ആൺമയിൽ തന്നെ വാലില്ലടേ. ഇല്ല, ആൺമയിൽ തന്നെ. ആൺമയിൽ കൊണ്ട് തലയിലൊക്കെ അപ്പൊ പെൺവാലില്ലാത്തതായിരിക്കും. എന്താ ഇത് ആന റോഡിൽ നിന്ന് ഇറങ്ങി പോകുന്നതല്ലേ? ഇതുപോലെ അപ്പുറത്തും ഉണ്ടല്ലേ? ഇതുപോലെ അങ്ങോട്ട് 2-3 സ്ഥലത്തല്ല. ഇത് കണ്ട ഇവിടെ നിന്ന് ഇറങ്ങി റോഡിൽ നിന്നാണ്ട് ഈ അങ്ങോട്ടുള്ള റോഡ് ഫുള്ള് എനിക്ക് കാണുന്നതൊക്കെ കണ്ട അതൊക്കെ ഫുള്ള് അടിച്ചൊടിച്ച് മറിച്ചിട്ടേക്ക്. അവിടെ നിന്ന് വന്നിട്ടിത് ഈ റോഡിൽ കുറച്ച് ഇറങ്ങിയാൽ ഇത് ഒരു സൈഡിൽ നിന്ന് ഇറങ്ങിയാലും പിന്നെ കുറച്ച് 3 റോഡ് പോയിട്ടായിരിക്കും പിന്നെ അടുത്ത സൈഡിലോട്ട് അത് മാറുന്നത്. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് 1:30 മണിക്കാണ്. നമ്മൾ ഗവി റോഡിൽ തന്നെ ഉണ്ട്. മൂഴിയാർ ഡാം കഴിഞ്ഞിട്ട് കക്കി ഡാം എത്തിയിട്ടില്ല. കക്കി ഡാമിന് മുന്നേ തന്നെ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ഈ സൗണ്ട് കേട്ടാ. ഞാനിപ്പോൾ സംസാരം നിർത്താം. ഒന്നിങ്ങനെ കൂടി വരും കുറഞ്ഞു വരും, കൂടി വരും കുറഞ്ഞു വരും. സ്പീഡ് വിളിക്കുന്നതാണ് കേട്ടോ. അത്രയ്ക്ക് വിജനമായ ഫുൾ കൊടും വനമാണ് ഈ റോഡ്. അനങ്ങൂലിയാ മനുഷ്യന്റെ മറ്റേ ഗന്ധം ഉണ്ടല്ലോ, എത്രയോ കിലോമീറ്ററുകൾ ആന മണക്കുമെന്നാണ്. അനങ്ങൂല പിന്നെ ഈ സാധനം. കക്കി ഡാമിന്റെ സൈഡാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. കക്കി ഡാമിന്റെ സൈഡാണ്. നല്ല ഏരിയ ഉണ്ട്. ഇത് കക്കി ഡാമിന്റെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന സൈഡ്. ഇവിടെ നിൽക്കുന്ന സൈഡിൽ ആന ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ആനത്താരമുള്ള ഏരിയയാണ്. അതായത് ഇതൊക്കെ അങ്ങോട്ടൊക്കെ കാണുന്ന സൈഡ് ഫുള്ള് ആനത്താരമുള്ളതാണ്. ഇതിന് മുകളിൽ നല്ല പുൽമേടാണ് ആ കാണുന്നത് കണ്ടോ. അഥവാ കാട്ടുപോത്ത് അതുപോലുള്ള മൃഗങ്ങളൊക്കെ തന്നെ
കാണുന്ന സ്ഥലങ്ങളാണ് ഒരുപാട്. അവർ അവിടെ അങ്ങോട്ടത് അവർ ഇറങ്ങുന്നുണ്ട്. അത് ആന ഇറങ്ങിപ്പോകുന്ന വഴിയാണ്. അവിടെ ആനപ്പിണ്ടൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത സമയത്ത് പോയി വെള്ളം കുടിച്ചിട്ടാണ്ട് തിരിച്ച് കയറിയിട്ടുള്ള അടയാളം അവിടെ ഉണ്ട്. അങ്ങനെ അവരതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നല്ല അടിപൊളി മുട്ടക്കൊന്ന് മുകളിലോട്ട്. അപ്പോൾ നമ്മൾ കക്കി ഡാമിന് അടുത്തെത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഡാം അഥവാ ഗവിയിൽ നിന്ന് കയറിയിട്ടുള്ള ഗവിയിലേക്ക് പോകുന്ന പത്തനംതിട്ടയിൽ നിന്ന് വരുമ്പോഴുള്ള രണ്ടാമത്തെ ഡാം കക്കി ഡാമിന് അടുത്തെത്തി. കക്കി ഡാമിൻ്റെ ക്രോസ് ചെയ്യുന്നു നമ്മൾ. പിന്നെ അതിലേക്കാണ് നമുക്ക് പോകാനുള്ള നിരോധിത മേഖലയാണ്. ഡാമിന്റെ മുകളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കക്കി ഡാം കക്കി ഡാമാണ്. അപ്പൊ അടുത്തത് രണ്ടാമത്തെ ഡാം. പക്ഷെ ആ ചെരുവിലേക്ക് ചില മൃഗം ആനയൊക്കെ കാണും കേട്ടാക്ക. അല്ല ഈ കാണുന്നല്ലേ ആ ചെരുവിലുണ്ടാവും. ഇതില് ഹമ്പ് അതിന് സെറ്റ് നമ്മൾ മറ്റേ അവിടെ പോയാണക്കല്ലേ ജീവേ നമ്മളെ കല്ലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ അതിൽ പോയാണക്കല്ലേ അതേ സെയിമിൽ സെറ്റ് ചെയ്തേക്കുന്നു. അവർ ഒറ്റയ്ക്കൽ തടയുന്നുണ്ടാക്കാം അങ്ങ് താഴെ അതേപോലെ ചെയ്തേക്കുന്നു. പക്ഷെ അതിലൊക്കെ മൃഗങ്ങൾ കാണും കേൾക്കാം. ആ അടിവാരങ്ങളിലൊക്കെ ഇപ്പൊ എനിക്ക് തന്നെ വെയിലായോണ്ട് നമ്മളെ കണ്ടുപിടിക്കാത്തേക്ക് ആയിരിക്കും. അതാണ് അതിനകത്ത് റോഡുണ്ടാക്കാം. താഴ്ഭാഗത്തൂടെ റോഡ് പോയിരിക്കുന്നു കേട്ടോ. രണ്ട് മലയല്ലേ വെട്ടിയെടുത്താണെങ്കിൽ ഇരിക്കുന്നു. അതാണ്. അതെ 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 ഇതിനകത്തല്ലേ ക്രോസിംഗ് ആണ് ഒരു കൂടെ ഡാമിൽ കൂടെ ക്രോസ് ചെയ്ത് അപ്പുറം പോകും. ഇല്ലെന്നേ മുകളിൽ കൂടെ ക്രോസിംഗ് ഉണ്ടാവുമായിരിക്കുന്നു. ഇപ്പൊ നമ്മള് രണ്ടാമത്തെ ഈ കക്കി ഡാമിന്റെ ഇറങ്ങി വരുന്ന സ്ഥലത്ത് സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട് കേട്ടോ. ആ ടിക്കറ്റ് ഇടുക പാസ് ഇട നമ്മളാ അവർക്ക് വെരിഫൈ ചെയ്യാൻ കൊടുക്കണം. പാസ് വെരിഫൈ ചെയ്യാൻ കൊടുക്കണം. കളഞ്ഞെങ്കിൽ ഇപ്പൊ തിരിച്ചു പോകേണ്ടി വരും കാക്ക. കാക്ക അതിന്റെ മുകളിൽ നോക്കിയാണാക്ക. അവിടെ എന്തോ ഒരു ബിൽഡിംഗ് ആണെന്നാക്ക. പഴയ നോക്കിയാണ് പാറയാണ് ബിൽഡിംഗ് ആണല്ലേ. വള്ളം കണക്കിരിക്കുന്നതില് ബിൽഡിംഗ് ആണല്ലേ. നമ്മളെ ഫസ്റ്റ് വണ്ടി ഫ്രണ്ടിലുള്ള വണ്ടിയുടെ വെരിഫിക്കേഷൻ ഒക്കെ നടക്കുകയാണ് അവിടെ. പാസ് നോക്കുന്നു, ചെക്ക് ചെയ്യുന്നു, ഒരെണ്ണമൊക്കെ നോക്കി. ഇനി അടുത്ത നമ്മളെ വണ്ടി. ഇത് KSEB തന്നെ അല്ലേ. ഇവിടെ ഈ ഡാമുകളെ എല്ലാം KSEB അണ്ടറിലുള്ള ഡാമുകൾ തന്നെ അല്ലേ. ഫുള്ള് നല്ല ജലവൈദ്യുത റിസർവയർ ആണ് തന്നെ. ഓ അതാണ് കക്കി ഡാമും മറ്റേ മറ്റേ ഇതിന്റെ നമുക്ക് അടുത്തത് ആനത്തോട് ഡാമാണ്. പിന്നെ പമ്പ ഡാം, പിന്നെ ഗവി ഡാം. ഗവി ഡാമിലാണ് ഗവി എത്തുന്ന എൻഡ്. നമ്മള് രണ്ടാമത്തെ ഡാമും കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മള് മൂന്നാമത്തെ ആനത്തോട് ഡാം അല്ലേ. ആനത്തോട് ഡാമിലേക്കാണ് ഇനി നമ്മള്. ഈ സൈഡൊക്കെ കാണുന്നത് ഇത് റേഞ്ച് ഫോറസ്റ്റിന്റെ ഓഫീസുകളാണ് അല്ലേ. ക്വാർട്ടേഴ്സും ഒക്കെയാണ് നമ്മൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ്. റോഡ് ഇച്ചിരി മോശമാണ്. നമ്മൾ ആന വണ്ടി വന്നു. വിലമാര് വന്ന് കയറാൻ നോക്കി കയറാൻ കഴിയാണിക്കണ്ട. അങ്ങോട്ട് കയറാം. അവിടെ സ്പേസ് ഉണ്ട്. ആ സൈഡ് സ്പേസ് ഉണ്ട്. പിടിച്ചോ എടുത്തു ഇല്ല അവ അങ്ങോട്ട് പിടിക്കുന്നു. ഓക്കെ അപ്പൊ നമ്മളെ KSRTC നമ്മൾ ആന വണ്ടിയാലും വലിയ ആളൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഇത് എയർമാടം സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ കക്കി ഡാം കഴിഞ്ഞിട്ട് അടുത്ത ആനത്തോട് ഡാമിനടുത്തേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു തിട്ടയിൽ ഇത് ആദിവാസികൾ കിടക്കുന്നതാണെന്ന് തോന്നുന്നത്. അതിന്റെ മുകളിൽ കണ്ടൊരു വീട് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പെരിയാർ ടൈഗർ റിസർവ്, പെരിയാർ ടൈഗർ റിസർവ് സ്റ്റേഷൻ, ഗവി ഫോറസ്റ്റ് വഴി ഉണ്ടാക്കുന്ന ചെക്ക് പോസ്റ്റ് ആയിട്ട്. ഇവിടെ ഇതെന്ത് ചെക്ക് പോസ്റ്റ് ആക്കാം? ഫോറസ്റ്റിന്റെ തന്നെ. ഇത് ഇറങ്ങി പോകാറായില്ലല്ലോ. നമ്മള് ഗവി കയറാൻ പോണല്ലേ ഉള്ളു. പെരിയാർ ടൈഗർ റിസർവ്. ഓ ഇത് പെരിയാർ ടൈഗർ റിസർവ് സ്റ്റാർട്ട് ചെയ്യണ ടൈം ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ടിങ്. അവിടെ പുതിയൊരു ബിൽഡിംഗ് വെക്കുന്നല്ലേ. തൊട്ടപ്പുറത്ത് വീണ്ടും ഡാം. അതായത് ഈ കാണുന്നത് ഷട്ടർ. അത് നേരത്തെ ചെയ്ത് പക്ഷെ വെറൈറ്റി ഐഡിയ അല്ലേ. നമ്മൾ ഒരു ഡാമിൽ ഇങ്ങനെ ഷട്ടർ ചെയ്തേക്കുന്നുണ്ടല്ലേ അല്ലേ. അപ്പൊ ഇവിടുത്തെ പാസിങ് നമ്മൾ കഴിഞ്ഞു. ഇവിടെ ചെക്ക് പാസ് ഒക്കെ കാണിച്ചു. ഇവിടത്തെ ക്ലിയർ ആയി. അവിടെ നിന്ന് കയറിയിട്ട് ഫുള്ള് കണ്ടത് KSEBയുടെ പ്രവർക്ക് തന്നെയാണ് കണ്ടത് അല്ലേ. KSEBയുടെ പഴയ പ്രോജക്റ്റുകളും പുതിയതും ഇപ്പൊ നിലവിൽ നടക്കുന്നത്. പിന്നെ ആകെ കണ്ടതാരാ മറ്റേ ആദിവാസി ഊരിലുള്ള കുറച്ച് ആളുകളാണ്. അല്ല ഒരാളിനെങ്ങനെ ഒരു ബിൽഡിംഗ് പോലും കണ്ടിട്ടില്ല അല്ലേ. ഇത്രയും കിലോമീറ്റർ കയറി വന്നിട്ട് ഒരു സ്ഥലത്തുമില്ല. ഫുള്ള് ഫോറസ്റ്റ്, മൊത്തം ഫോറസ്റ്റ് ആണ്. പിന്നെ ഫോറസ്റ്റ് ഓഫീസുകൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നും രണ്ടൊക്കെ ഉണ്ടായിരുന്നു. നിരോധിത മേഖല. ഇതാണ് പമ്പ ഡാം അല്ലേ. പമ്പ ഡാം പ്രോജക്ട്. ഡാം അതിനകത്താണല്ലയാ അല്ലേ. അതിനകത്ത് കയറ്റൂല. ഈ ഡാമും സൈഡിൽ കൂടെ അങ്ങ് പോവുകയുള്ളൂ. അവരൊക്കെ ഉദ്യോഗസ്ഥരായിരിക്കും ജോലി കഴിഞ്ഞ് പോയിരിക്കും. ഇവിടെ ഫുള്ള് ഇത് തന്നെ അല്ലേ. ശ്രീലങ്കക്കാർ തന്നെ അല്ലേ. ശ്രീലങ്കൻ തമിഴ് വംശജര് ഫുള്ള് ഈ ഗവിയിലുള്ളത് മൊത്തം അത് തന്നെ കേട്ടാ. തമിഴ് വംശജര് കുറെയൊക്കെ അവർ ഒഴിഞ്ഞു പോയെന്ന് തോന്നുന്നു അല്ലേ. കുറെ വീടുകളൊക്കെ പൊളിച്ച് കിടക്കുന്ന അവസ്ഥയിലൊക്കെയാണ് ഉള്ളത്. അവര് പറഞ്ഞെന്താക്ക മറ്റേ പെരിയാർ ടൈഗർ റിസർവിന്റെ അതിൽ എൻട്രി ആവുന്നത് 1:30 ആവണമെന്നല്ലേ. അവിടെ നിന്ന് കയറിയാല്
രാവിലെ അവിടെ നിന്ന് കയറുന്ന വണ്ടി 1:30 മണിക്ക് മുമ്പ് ഇഞ്ഞ് കയറി വരണമെന്നല്ലേ? അത് തന്നെ. എന്നാലും രാവിലെ അവിടെ നിന്ന് വരുന്ന എല്ലാ വണ്ടി ലാസ്റ്റ് 1:30 മണി വണ്ടി കയറണമെന്ന് പറയണല്ലേ? അതാ 10 മണിക്കാണല്ലോ അവിടെ നിന്ന് വണ്ടികൾ കയറുന്നത്. 8 മുതൽ 11 മണി വരെയാണ് വണ്ടികൾ കയറുന്നത്. ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് 5:30 ഇറങ്ങി പോകണമെന്നല്ലേ? അങ്ങനെ അവസാനം നമ്മൾ ഗവിയിൽ എത്തിയല്ലേ? എത്ര മണിക്ക് കയറിയാക്കാം നമ്മൾ ഇവിടെ നിന്ന്? 9:30 കയറി 4:30 ഗവിയിൽ എത്തിയല്ലേ? 4:30 ഗവിയിലെത്തി. ഇതാണ് ഗവി. ഗവി ഡാം. ഇനിയിപ്പോ കയറാൻ പോകുന്നത്, കാണാൻ പോകുന്നതാണ് ഗവി ഡാം. ഗവിയാർ ഡാം എന്നാണ് പറയുന്നത് കേട്ടോ അല്ലേ? ഇവിടെ ഇറങ്ങിയൊക്കെ ചെയ്യാന്നില്ലേ പറഞ്ഞത്? പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവിയാർ ഡാം വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി താഴെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ ഇറങ്ങുന്നില്ല, കാരണം നമുക്ക് സമയം ക്രോസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു. ഫോറസ്റ്റ് നമ്മളെ കയറ്റി വിടൂല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ നമ്മളിപ്പോൾ വന്നത്. അപ്പൊ ഇതാണ് ഗവി. ഗവിയിൽ വലിയ വേറെ പ്രത്യേകത ഒന്നുമില്ല. നമ്മളാ സിനിമയിൽ കാണുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ വലുതായിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഗവി യാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ പോവേണ്ട വണ്ടിപ്പെരിയാറിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് ഇനിയിപ്പോൾ ഇരുട്ടാണ്. ഇനി നമ്മൾ താമസിക്കും, കാരണം നമുക്ക് 6 മണിക്ക് ഇറങ്ങേണ്ടതാണ്. പക്ഷെ 6 മണിക്ക് നമ്മൾ എത്തില്ല. അപ്പോൾ ഇവിടേക്ക് വരേണ്ടവർ, നിങ്ങൾ വരുന്നെങ്കിൽ 9 മണിക്ക് മുന്നേ തന്നെ ആങ്കാമ്പുഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് നിങ്ങൾ കയറിയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു ദിവസം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഫോറസ്റ്റിനകത്ത് സ്പെൻഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കൊടുക്കുന്ന ആ ഒരു പൈസയ്ക്കുള്ള 80 രൂപ ഒരു ആളിന് കൊടുത്തിട്ടാണ് നിങ്ങൾ കയറുന്നത്. അതിനുള്ളൊരു മൂല്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ കയറി നിങ്ങൾ ഇതുപോലെ വൈകുന്നേരം ഇറങ്ങി പോകാൻ ശ്രമിച്ചാൽ ഒരു ദിവസം പൂർണ്ണമായ വനത്തിനകത്ത് നിങ്ങൾക്ക് ചിലവഴിക്കാം. അതാണ് ഈ ഗവി. അല്ല ഗവിയിൽ വേറെ പ്രത്യേകിച്ച് വേറെ കാണാനായിട്ട് ഉള്ള സെറ്റപ്പോ സംഗതികളൊന്നുമില്ല. അപ്പോൾ മറ്റു വിശേഷവും മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.